ഭഗവാന്റെ ഷോഡശമായിട്ടുള്ള ഈ 16 നാമങ്ങൾ, അതിൻ്റെ അർത്ഥം ഔഷധേ ചിന്തയെ വിഷ്ണു, അതായത് ഔഷധം കഴിക്കുന്ന സമയത്ത് രോഗങ്ങൾ മാറുന്നതിന് നമ്മൾ എന്തെങ്കിലും മരുന്നുകൾ ഉപയോഗിക്കുന്ന സമയത്ത് സർവവ്യാപിയായ വിഷ്ണു ഭഗവാനെ സ്മരിക്കേണ്ടതാണ്. ഭോജനം എന്നാൽ ഭക്ഷണം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ജനങ്ങളുടെ ജനവത്സലനായിരിക്കുന്ന ജനാർദ്ദനനെ നമ്മൾ സ്മരിക്കേണ്ടതാണ്. ഭോജനേച ജനാർദ്ദനം. അതുപോലെ തന്നെ ശയനവേളയിൽ കിടക്കുന്ന സമയത്ത് അനന്തശായിയായ നാഭിയിൽ പത്മമുള്ള പത്മനാഭനെ സ്മരിക്കേണ്ടതാണ്. ശയനേ പത്മനാഭം ച. മംഗളം എന്നാൽ വിവാഹം. അതുപോലെ മംഗളകരമായിരിക്കുന്ന പിറന്നാൾ, അതുപോലെയുള്ള നമ്മൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന നല്ല കാര്യങ്ങൾ നമ്മളുടെ ഗൃഹങ്ങളിൽ നടക്കുമ്പോൾ ആ സമയത്ത് പ്രജകളുടെ അധിപനായിരിക്കുന്ന ചക്രവർത്തിയായിരിക്കുന്ന ഭഗവാനെ സ്മരിക്കണം. വിവാഹേച പ്രജാപതിം. ആരോടെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ശത്രുതാ മനോഭാവം അല്ലെങ്കിൽ വാക്കിലോ നോക്കിലോ പ്രവൃത്തിയിലോ സ്പർദ്ധ ഉടലെടുക്കുകയാണെങ്കിൽ ശരിയായ കാഴ്ചപ്പാട് തരുവാൻ വേണ്ടി ഭഗവാന്റെ സുദർശന ചക്രത്തോടു കൂടിയ രൂപത്തെ സ്മരിക്കേണ്ടതാണ്. യുദ്ധേ ചക്രധരം ദേവം. സ്വദേശം വിട്ട് അന്യദേശങ്ങളിൽ പോയി താമസിക്കുമ്പോൾ നമ്മൾ പ്രവാസികൾ എന്ന് വിളിക്കപ്പെടുന്നു. ഈ പ്രവാസി ജീവിത സമയത്ത് സദാ നമ്മൾ 3 ലോകങ്ങളും അളന്ന ത്രിവിക്രമനായ ഭഗവാനെ സ്മരിക്കണം. പ്രവാസേച്ച ത്രിവിക്രമം. നമ്മൾ എന്തെങ്കിലും വിധത്തിൽ ദാനമോ ധർമ്മമോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും എനിക്കല്ല, എന്നെ ഇതിനെ പ്രേരിപ്പിച്ചതും ഇത് ചെയ്യുവാൻ എന്നെ തിരഞ്ഞെടുത്തതും ശ്രീമൻ നാരായണനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ത്യാഗം ചെയ്യേണ്ടതാണ്. നാരായണം തനുത്യാഗേ. നമ്മൾക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ള കൂട്ടുകാരെ കാണുമ്പോൾ, അതല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ, അതുമല്ല നമ്മളുടെ പ്രിയ പത്നിയെ കാണുമ്പോൾ മാറിടത്തിൽ ശ്രീയെ ധരിച്ചിട്ടുള്ള ശ്രീധരനെ നമ്മൾ ഓർക്കേണ്ടതാണ്. ശ്രീധരം പ്രിയസംഗമേ. നമ്മളുടെ ഉത്കടമായിട്ടുള്ള മോഹങ്ങൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ, ഇതാണ് സ്വപ്നങ്ങളായി ഭവിക്കുന്നത്. സദാ ഈശ്വരനെ വിചാരിച്ചിരിക്കുന്നവർക്ക് ദുസ്വപ്നങ്ങൾക്ക് സാധ്യത വളരെ കുറവാണ്. ഇനി അങ്ങനെ ഒരു ദുസ്വപ്നം കാണുകയാണെങ്കിൽ പോലും ഭഗവാന്റെ സ്മരണ ഉണ്ടാവണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ദുസ്വപ്നെ സ്മര ഗോവിന്ദം. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ പോയാൽ നമ്മളുടെ മനസ്സിന് സങ്കടം ഉണ്ടാവുന്നു. സങ്കട നിവർത്തിക്കായി മധു എന്ന അസുരനെ വധിച്ച മധുസൂദനനായിരിക്കുന്ന ഭഗവാനെ സ്മരിക്കേണ്ടതാണ്. സങ്കടേ മധുസൂദനം. പലതരത്തിലുള്ള ചിന്തകളുടെ കൊടും കാടാണ് മനസ്സ്. കാട്ടിലെ രാജാവാണ് സിംഹം. അതുപോലെ ജീവിതത്തിലും കാടും മേടും നമ്മൾ താണ്ടിപ്പോകുന്ന സമയത്ത് കാട്ടിൽ നമ്മൾ എപ്പോഴെങ്കിലും എത്തിപ്പെടുകയാണെങ്കിൽ നമ്മൾ ഭഗവാന്റെ നരസിംഹരൂപത്തെ സ്മരിക്കേണ്ടതാണ്. കാനനേ നരസിംഹം ച. കൊടുങ്കാട്ടിൽ
നരസിംഹമൂർത്തിയെ സ്മരിച്ചതുപോലെ തന്നെ കൊടുങ്കാറ്റാണ് അടിക്കുന്നതെങ്കിലോ അപ്പോൾ നമ്മൾ ജലശായിയായ ഭഗവാനെ സ്മരിക്കേണ്ടതാണ്. കാറ്റിനും നാഥനായിരിക്കുന്ന ഭഗവാൻ നമ്മളെ സംരക്ഷിച്ചുകൊള്ളും. പാവകേ ജലശായിനം. ഇനി നമ്മൾ ഒരു സമുദ്രത്തിൻ്റെ നടുവിലോ ഒരു വലിയ ജലാശയത്തിൻ്റെ നടുവിലോ അകപ്പെടുകയാണെങ്കിൽ നമ്മൾ ഭഗവാന്റെ വരാഹരൂപത്തെ സ്മരിക്കേണ്ടതാണ്. ജലമധ്യേ വരാഹം ച. വനാന്തര ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന നമ്മൾ എപ്പോഴെങ്കിലും വലിയ വലിയ പാറക്കെട്ടിലോ പർവ്വതത്തിൻ്റെ മുകളിലോ ഉയർന്ന പ്രദേശങ്ങളിലോ എത്തുമ്പോൾ കാടും മേടും താണ്ടി തൻ്റെ ലക്ഷ്യം നിറവേറ്റിയ രഘുനന്ദനായിട്ടുള്ള സൂര്യവംശജനായിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ സ്മരിക്കേണ്ടതാണ്. പർവ്വതേ രഘുനന്ദനം. നമ്മൾ ജീവിതത്തിൽ ഓരോ യാത്രയും നടത്തുന്നത് ഓരോ ഉദ്ദേശത്തോടു കൂടിയാണ്. ഈ ആഗ്രഹ നിവൃത്തി വരുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നത്. ലക്ഷ്യപ്രാപ്തി ഏതൊരു യാത്രയുടെയും ഉത്തമമായ ഉദ്ദേശം തന്നെ. അപ്പോൾ യാത്ര തുടങ്ങുമ്പോൾ ഇല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വാമനമൂർത്തിയെ നമ്മൾ സ്മരിക്കേണ്ടതാണ്. ഇതുപോലെ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ നല്ലതും ചീത്തയും ആയിട്ടുള്ള അല്ലെങ്കിൽ സമ്മിശ്രമായിരിക്കുന്ന ഏതൊരു ഘട്ടത്തിലും സദാ ഭഗവാന്റെ സ്മരണ ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഈ ഷോഡശ മന്ത്രം ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഇത് നിങ്ങൾ കേട്ടു പഠിക്കുക. ഔഷധേ ചിന്തയേ വിഷ്ണും ഭോജനേ ച ജനാർദ്ദനം ശയനേ പത്മനാഭം ച വിവാഹേ ച പ്രജാപതിം യുദ്ധേ ചക്രധരം ദേവം പ്രവാസേ ച ത്രിവിക്രമം നാരായണം തനുത്യാഗേ ശ്രീധരം പ്രിയസംഗമേ ദുസ്വപ്നേ സ്മര ഗോവിന്ദം സങ്കടേ മധുസൂദനം കാനനേ നരസിംഹം ച പാവകേ ജലശായിനം ജലമധ്യേ വരാഹം ച പർവ്വതേ രഘുനന്ദനം ഗമനേ വാമനം ചൈവ സർവകാര്യേഷു മാധവം.